ഹൊക്കൈഡോ മലനിരകളാൽ ചുറ്റപ്പെട്ട ജപ്പാനിലെ ശാന്തമായ ഒരു ഗ്രാമമായിരുന്നു സുയാവ. ആ ഗ്രാമത്തിൽ എല്ലാവരും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ജീവിച്ചു പോന്നിരുന്നത്. ആ ഗ്രാമത്തിനടുത്തായി ഒരു വലിയ കാടുണ്ട്. ആ കാടിനുള്ളിൽ ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അമ്പലവും ആ അമ്പലത്തിനടുത്തായി ഒരു വലിയ കവാടവും ഉണ്ടായിരുന്നു. ആ കവാടം ആളുകൾ ഭയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. എന്തെന്നാൽ ആ കവാടം മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ ലോകത്തിലേക്കുള്ള കവാടമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യോമി എന്നായിരുന്നു ആ കവാടത്തിന്റെ പേര്. എല്ലാ വർഷവും ഓബോൺ എന്ന ഒരു ഉത്സവം ആ നാട്ടിൽ നടത്തിപ്പോന്നിരുന്നു. അന്ന് സുയാമ ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ നേർച്ച ദ്രവ്യങ്ങളുമായി ഈ കവാടത്തിന്റെ അടുത്ത് വന്ന് ആ കവാടത്തിന്റെ വാതിൽക്കൽ ആ നേർച്ച ദ്രവ്യങ്ങൾ സമർപ്പിക്കും. മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായുള്ള കാണിക്കയായിട്ടാണ് അവർ അത് കരുതിയിരുന്നത്. ആ ആചാരത്തിനായി പോകുമ്പോൾ പോലും ആളുകൾ വളരെ പേടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ആത്മാക്കൾ ആ കവാടം വഴി ഇങ്ങോട്ടേക്ക് വന്നാലോ എന്നോർത്തിട്ട്. അങ്ങനെ ഓബോൺ ഉത്സവം കഴിഞ്ഞ ഒരു രാത്രി ഒരു പെൺകുട്ടി, അവളുടെ പേര് ഒയൂമി, അവൾ തന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് ഔഷധ സസ്യങ്ങൾ പറിക്കാനായി ആ കാട്ടിലേക്ക് പോയി. ഔഷധ സസ്യങ്ങൾ തിരയുന്നതിനിടയിൽ അപരിചിതമായ ഒരു കാറ്റ് അവളെ തലോടി കടന്നുപോയി. പെട്ടെന്ന് നേരിയ ശബ്ദത്തിൽ ആരോ കരയുന്ന സ്വരം. അവൾ എവിടെയെന്ന് തിരഞ്ഞു. അതാ ആ യോമി കവാടത്തിന്റെ അടുത്തു നിന്നാണ് ആ സ്വരം വരുന്നത്. ആ സ്വരത്തിന് എന്തോ ഒരു വശ്യതയുണ്ടായിരുന്നു. അവൾക്ക് അവിടേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. ആ സ്വരം കേട്ട സ്ഥലത്തേക്ക് അവൾ പതിയെ നടന്നു. അവൾ കവാടത്തിനടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. അവർ ഒരു വെളുത്ത കിമോണോ എന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ജപ്പാനിലെ പ്രാചീനമായ വസ്ത്രധാരണമാണ് കിമോണോ. അവരുടെ മുടിയിഴകൾ മുഖം മൂടി കിടക്കുന്നതുകൊണ്ട് അവരുടെ മുഖം അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും അവരുടെ രൂപം വെച്ച് അവർ ഒരു യക്ഷിയാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ അവൾക്ക് പിന്തിരിഞ്ഞോടാനോ ഒന്നും സാധിക്കാത്തതുപോലെ അവളൊരു മായാവലയത്തിൽ പെട്ടതുപോലെയായിരുന്നു. ആ സ്ത്രീ അവളുടെ നേരെ തിളങ്ങുന്ന ഒരു കല്ല് വെച്ച് നീട്ടി. ദാ ഈ കല്ലെടുക്കൂ. എന്നിട്ട് അടുത്ത ഓബോൺ രാത്രി ഈ കല്ലെന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. നിനക്കത് സാധിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ യോമി കവാടത്തിലൂടെ ആത്മാക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോകും. അവൾ മായാവലയത്തിൽ പെട്ടിരുന്നതിനാൽ ആ കല്ല് സ്വീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അവൾ ആ കല്ല് കയ്യിലേറ്റു വാങ്ങിയതും ആ രൂപം മാറിപ്പോയി. അന്നു മുതൽ അവളുടെ ജീവിതത്തിൽ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, ഉറങ്ങിയാൽ ദുസ്വപ്നങ്ങൾ. അവളുടെ വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ അലഞ്ഞു തിണ്ടി നടക്കുന്ന ആത്മാക്കളെപ്പോലെ ആ ഗ്രാമത്തിലൂടെ നടക്കുന്നത് അവൾ കണ്ടു. എല്ലാവരുടെയും കണ്ണിന്റെ സ്ഥാനത്ത് 2 കുഴികൾ മാത്രം. അത് കണ്ട് അവൾ ഒത്തിരി ഭയന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവൾ കൂടുതൽ ക്ഷീണിതയായി കാണപ്പെട്ടു. അവളുടെ പെരുമാറ്റത്തിലും രൂപത്തിലും വന്ന വ്യത്യാസം കണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതോടുകൂടി എല്ലാവരും അവളെ അകറ്റാൻ തുടങ്ങി. അവൾ പലതവണ ആ കല്ലുമെടുത്ത് കവാടത്തിനടുത്തേക്ക് നടന്നു. ആ കല്ല് കവാടത്തിനടുത്ത് ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചോടി വീട്ടിലെത്താനായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷേ ഓരോ തവണ അവൾ കല്ലുമായി ആ കവാടത്തിനടുത്തെത്തുമ്പോഴും ഈ ലോകം തന്നെ നിന്ന് കറങ്ങുന്നതായി അവൾക്ക് തോന്നും. തലകറങ്ങി അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാകും. കണ്ണു തുറന്നു നോക്കുമ്പോൾ താനിതാ വീടിന് മുന്നിൽ തന്നെയുണ്ട്. ഇതായിരുന്നു എപ്പോഴും സംഭവിക്കുക. അങ്ങനെ അടുത്ത ഓബോൺ ദിവസം രാത്രി അവൾ ആ കല്ലുമായി കവാടത്തിനടുത്തെത്തി. അവൾ ആ കവാടം കടന്ന് അകത്തേക്ക് ചെന്നു. അപ്പോഴത് താൻ ദുസ്വപ്നങ്ങളിൽ സ്ഥിരം കാണുന്ന ആ ഇരുണ്ട് മൂടിയ സ്ഥലം. എങ്ങും ആത്മാക്കളുടെ കരച്ചിലിന്റെ നേരിയ ശബ്ദങ്ങൾ. അവൾ അങ്ങനെ ഭയന്ന് നിൽക്കുമ്പോൾ അതാ തനിക്കെന്ന് കല്ല് തന്ന ആ യക്ഷി അവിടെ നിൽക്കുന്നു. അവൾ അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നോട് ഇത് ചെയ്തത്? എന്നെ ജീവിക്കാൻ അനുവദിച്ചൂടെ? ആ യക്ഷി പറഞ്ഞു, ഞാനും ഒരിക്കൽ നിന്നെ പോലെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഔഷധ സസ്യങ്ങൾ ശേഖരിക്കാനാണ് ഞാനും ആ കാട്ടിൽ വന്നത്. അന്ന് ഞാൻ ഈ കെടിയിൽ അകപ്പെടുകയായിരുന്നു. അന്ന് എന്നെ ഈ യോമിയുടെ കാവൽക്കാരിയാക്കി. ഇന്നിതാ ഞാൻ സ്വതന്ത്രയായി. എനിക്കിനി ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം. ഇനി മുതൽ നീയാണ് ഈ യോമിയുടെ കാവൽക്കാരി. അത് കേട്ടതും ഒയൂമിക്ക് ഹൃദയം തകർന്നതുപോലെയായി. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു. പെട്ടെന്നതാ അവിടുത്തെ മണ്ണിൽ എന്തോ തിളങ്ങുന്നു. അവൾ നോക്കിയപ്പോൾ ഒരു സ്വർണ്ണ പതക്കമാണിത്. അവൾ അതിന്റെ തിളക്കം കണ്ട് അത് കയ്യിലേക്കെടുത്തു. അത് അവൾ കയ്യിലേക്കെടുത്തതും അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെല്ലാം അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ പതക്കത്തിൽ നിന്നും നല്ല വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ആ ആത്മാക്കളെല്ലാം അവളെ വളരെ സ്നേഹത്തോടു കൂടിയാണ് സമീപിച്ചത്. ആ ആത്മാക്കൾ അവരുടെ കൈകൾ അവളുടെ തോളിൽ വെച്ചു. അവരുടെ ശക്തി മുഴുവൻ അവൾക്ക് കൊടുക്കുന്നത് പോലെ. അങ്ങനെ ഒയൂമി വളരെ ശക്തിയായ കാവൽക്കാരിയായി മാറി. അവൾ ആ അലഞ്ഞു തിരിഞ്ഞു നടന്ന ആത്മാക്കൾക്ക് ശാന്തി പകരുന്ന ഒരു കാവൽക്കാരിയായിരുന്നു. അവൾ ആരെയും കെടിയിൽപ്പെടുത്തിയില്ല. വളരെ കരുതലോടുകൂടിയും സ്നേഹത്തോടുകൂടിയും അവൾ യോമിയുടെ കാവൽക്കാരിയായി നിലനിന്നു. ഇന്നും ആ അമ്പലത്തിന്റെ അടുത്തു നിന്നും വെളിച്ചം വരുമ്പോൾ ആളുകൾ പറയും,
അത് ഒയൂബിയുടെ ആത്മാവാണെന്ന് അവൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി അവിടെ നിലകൊണ്ടു.